Hello, children. Today we'll do the poems written by Robert Frost, that is Dust of Snow. റോബർട്ട് ഫ്രോസ്റ്റ് വന്ന് അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഒരു വലിയ സെലിബ്രേറ്റഡ് പോയറ്റ് തന്നെയായിരുന്നു. അവരെപ്പോഴും എഴുതുന്നത് വന്ന് ടു ദ പോയിന്റ് റിയാലിറ്റീനെ ഫേസ് ചെയ്ത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ഡസ്റ്റ് ഓഫ് സ്നോ. The way a crow shook down on me, the dust of snow ഫ്രം എ ഹെംലോക്ക് ട്രീ. പോയറ്റ് വന്ന് അപ്പോഴത്തെ കണ്ടീഷൻ പറയാണ്, ദാറ്റ് ഈസ് ഹി വാസ് സ്റ്റാൻഡിങ് അണ്ടർ എ ഹെംലോക്ക് ട്രീ. അപ്പോൾ അവിടെ ഒരു ക്രോ വന്നിരുന്നിട്ട് ആ ക്രോൻ്റെ എന്തോ ഒരു ആക്ഷൻ, ആ ക്രോ എന്ത് ആക്ഷനാണ് കാണിച്ചത് അത് പറയുന്നില്ല. ആ ക്രോൻ്റെ എന്തോ ഒരു ആക്ഷൻ കാരണം കുറച്ച് ഡസ്റ്റ് ഓഫ് സ്നോ എന്താ ഫൈൻ പൗഡർ, സ്നോൻ്റെ ഫൈൻ പൗഡർ. ഇപ്പോൾ ഈ കോൾഡ് ക്ലൈമറ്റ്സിൽ ട്രീൻ്റെ മേലൊക്കെ ഇങ്ങനെ സ്നോ തങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ ഈ പോയറ്റ് ഹെംലോക്ക് ട്രീൻ്റെ അടിയിൽ നിൽക്കുമ്പം ആ മേലെല്ലാം സ്നോൻ്റെ ഒരു ഡസ്റ്റ് മാതിരി ക്രോൻ്റെ എന്തോ ഇളക്കത്ത് കൊണ്ട് അത് താഴെ പോയറ്റിൻ്റെ മേലെ വീഴുന്നു. The way a crow shook down on me, the dust of snow from a hemlock tree. ഇപ്പോൾ ഈ സ്റ്റാൻസിൽ പോയറ്റിന് എന്തൊക്കെ യൂസ് ചെയ്യായിരുന്നു? ഒരു മേപ്പിൾ ട്രീയോ, ഒരു ഓക്ക് ട്രീയോ, അല്ലെങ്കിൽ നല്ല മാംഗോ ട്രീയോ, അങ്ങനെ ബ്യൂട്ടിഫുൾ ട്രീസിനെ പറ്റിയിട്ട് പറയായിരുന്നു. അല്ലെങ്കിൽ ബേർഡ്സിനെ കാര്യം പറയുകയാണെങ്കിലോ പീജൻ, പാരറ്റ്, യോർ നൈറ്റിംഗേൽ, അങ്ങനത്തെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ബേർഡ്സ് വിച്ച് ഓൾ റിപ്രസെൻറ്റ് ഹാപ്പിനെസ്. പോയറ്റ് അങ്ങനത്തെ ബേർഡ്സിനെയും അങ്ങനത്തെ ട്രീനെയും യൂസ് ചെയ്യാതെ ഇവിടെ ക്രോനെയും ഹെംലോക്ക് ട്രീനെ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ആക്ച്വലി ക്രോ വന്ന ഒരു ബാഡ് ഓമനെ കൂടെയാണ് റിലേറ്റ് ചെയ്യുക എപ്പോഴും. ബാഡ് ലക്ക്, ക്രോ ഓൾവേസ് ബ്രിങ്സ് ബാഡ് ലക്ക്, ഒരു ഡെത്തിൻ്റെ ന്യൂസ് കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു ബിലീഫ് ഉണ്ട്. ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ് അത്. അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ ഒരു ബിലീഫ് ഉണ്ട്. ക്രോനെ എപ്പോഴും ഒരു സാഡ് ആൻഡ് ഗ്ലൂമീനെ കൊണ്ടാണ് റിപ്രസെൻറ്റ് ചെയ്യാം. അതേമാതിരി ഹെംലോക്ക് ട്രീ വന്നൊരു പോയ്സണസ് ട്രീ ആണ്. അതിൻ്റെ ചെറിയ ചെറിയ വൈറ്റ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും. സോ ഇറ്റ്സ് ആക്ച്വലി എ വെരി പോയ്സണസ് ട്രീ. അപ്പോൾ അത് വരും സോറോ ആൻഡ് സാഡ്നെസ്സിനെ റിപ്രസെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ആക്ച്വലി ഈ എൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് പോയറ്റിൻ്റെ മൂഡിനെ പറ്റിയിട്ട് പറയാണ്. അപ്പോൾ ആ സമയം പോയറ്റ് വന്ന് ഭയങ്കര ഒരു സാഡ് ആൻഡ് ഗ്ലൂമി മൂഡിലായിരുന്നു. വെൻ ദ ക്രോ ഷൂക്ക് ഓഫ് സ്നോ ഡസ്റ്റ് ഓൺ ഹിം, ആ ടൈം ദ പോയറ്റ് വാസ് ഇൻ എ വെരി സാഡ് ആൻഡ് ഗ്ലൂമി മൂഡ്. Has given my heart a change of mood and saved some part of a day I'd ruined. അപ്പോൾ ആ പോയറ്റ് പറയാണ് അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ ഒരു ഫ്രഷ് ചേഞ്ചായി മൈൻഡിൽ. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് നേച്ചർ ഈസ് ഓൾ അബൌട്ട്. ഇൻ എനി കണ്ടീഷൻ, ഇൻ എനി സിറ്റുവേഷൻ, നേച്ചർ ഹാസ് എ കപ്പാസിറ്റി ടു ചേഞ്ച് തിങ്സ്. കറക്റ്റ്. അപ്പോൾ സെയിം വേ ഇങ്ങനത്തെ ഇപ്പോൾ ഈ ഒരു ബാഡ് ലക്കും ഒരു സാഡ്നെസ്സും ഒക്കെ റിപ്രസെൻറ്റ് ചെയ്യുന്ന സംഭവമാണ് പെട്ടെന്ന് ആ പോയറ്റിൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യാൻ സഹായിച്ചത്. അപ്പോൾ എന്തായി, ആ സ്നോൻ്റെ ഡസ്റ്റ് ആ പോയറ്റിൻ്റെ മേത്ത് വന്നപ്പോൾ പെട്ടെന്നൊരു റിഫ്രഷിങ് ചേഞ്ച് ഓഫ് മൂഡാണ് ആ പോയറ്റ് എക്സ്പീരിയൻസ് ചെയ്ത്. അപ്പോൾ പോയറ്റ് റിയലൈസ് ചെയ്ത ഇനിയൊരു കാര്യം എന്താണ്, ഇത്രയും സമയം മൂപ്പൊരു ടൈം വേസ്റ്റഡ് ദ പാർട്ട് ഓഫ് ദ ഡേ. ഇനി എന്തെങ്കിലും നല്ലത് ചെയ്ത് ദിസ് ഡേനെ യൂസ്ഫുൾ ആക്കണം. അപ്പോൾ എന്തായാലും മൂഡൊക്കെ ശരിയായല്ലോ എന്ന്. അപ്പോൾ ഇത് ശരിക്കും നോക്കുമ്പം ഹൗ നേച്ചർ ഹെൽപ്സ് ടു ചേഞ്ച് തിങ്സ്, ദെൻ ഹൗ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സാഡ്നെസ് അതൊക്കെ ഒരു പറയാനുള്ള വാക്കാണ്. അതർവൈസ് ക്രോവും ഹെംലെട്രിയും ക്രിയേഷൻ ഓഫ് നേച്ചർ തന്നെയാണ്. ഹൗ ക്യാൻ ദേ ബി ബാഡ് ലക്ക് ടു എനിത്തിങ്? സോ ആ പോയിൻറ്റ്സിനൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാണ് ഈ പോയം. അപ്പോൾ ഇതിൽ റൈമിങ് നോക്കുകയാണെങ്കിൽ ഓൾവേസ് വെൻ യു സീ ദ റൈമിങ് സ്കീം, ഒരു പാരാഗ്രാഫിൻ്റെ എല്ലാ ലൈൻസിൻ്റെ ലാസ്റ്റ് വേർഡിനെ യു ഹാവ് ടു ഫോളോ. ഇൻ ദ ഫസ്റ്റ് ലൈൻ ദ ലാസ്റ്റ് വേർഡ് ഇസ് ക്രോ, സെക്കൻഡ് ലൈൻ ഇറ്റ് ഈസ് മീ, തേർഡ് ലൈൻ ഇറ്റ് ഈസ് സ്നോ, ഫോർത്ത് ലൈൻ ഇറ്റ് ഈസ് ട്രീ. സോ ക്രോ റൈംസ് വിത്ത് സ്നോ അല്ലേ? അപ്പോൾ ക്രോന് എ കൊടുക്കുകയാണെങ്കിൽ സ്നോന് എ കൊടുക്കണം. നമ്മളിപ്പോൾ റൈമിങ് സ്കീം ഉണ്ടാക്കുകയാണ്. അതേമാതിരി മീൻ റൈംസ് വിത്ത് ട്രീ. സോ മീന് ബി കൊടുക്കുക, ട്രീന് ബി കൊടുക്കുക. സോ യുവർ റൈമിങ് സ്കീം വിൽ ബി എ ബി എ ബി. അതേപോലെ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാൻ, നെക്സ്റ്റ് സ്റ്റാൻസയിൽ ഹാർട്ട് ആൻഡ് പാർട്ട് റൈം, മൂഡ് ആൻഡ് റൂഡ് റൈം. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ റൈമിങ് സ്കീം ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സി ഡി സി ഡി. Okay, now let us see a quick summary of the poem. Dust of Snow is a beautiful short poem written by Robert Frost. This poem tells that even a simple moment has a large significance. The poet has mentioned crow and hemlock tree in this poem. Crow signifies his depressive and sorrowful mood, and hemlock tree is a poisonous tree. Both these signify that the poet was not in a good mood, and so he describes the dark, depressive, and bitter side of nature to present his similar mood.
ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയറ്റ് വന്ന് ഹീ ഈസ് യൂസിങ് ക്രോ ആൻഡ് ദ ഹെംലെറ്റ് ടു സിഗ്നിഫൈ ഹിസ് ഡിപ്രസീവ് ആൻഡ് സാഡ് മൂഡ്. ഓക്കെ, പിന്നെ ശരിക്കും ഈ സിമ്പിൾ തിങ് ആണ് നേച്ചറിലുള്ളത് ദാറ്റ് ക്യാൻ മേക്ക് സോ മച്ച് ഓഫ് ഡിഫറൻസ് ഇൻ അവർ ലൈഫ്. ദ പോയറ്റ് സേസ് ദാറ്റ് വൺസ് ഹി വാസ് സാഡ് ആൻഡ് വാസ് സിറ്റിംഗ് അണ്ടർ എ ഹെംലോക്ക് ട്രീ. A crow sitting on the same tree shook off the dust of snow on the poet. This changed the poet's mood. He realized that he had just wasted a part of his day being lost in sorrow. He realized that he should utilize the rest of the day in some useful activity. His sorrow was washed away by the light shower of the snow dust. Now he got ready to utilize the rest of the day. അപ്പോൾ പോയിട്ട് അത് റിയലൈസ് ചെയ്തു, ഒരു ചെറിയ ചേഞ്ച് വന്ന് നേച്ചറിൽ കുറച്ച് സ്നോ ഡസ്റ്റ് സാധാരണയായിട്ട് സാഡ് ആയിട്ട് വിചാരിക്കുന്ന സംഭവങ്ങളെ കൊണ്ടാണ് അവർക്ക് റിഫ്രഷ് ആയത്. അപ്പോൾ ദാറ്റ് ഈസ് അഗെയിൻ കോൺട്രറി ടു വാട്ട് ദ നോർമൽ സൊസൈറ്റി ബിലീവ്സ്. ആൻഡ് ദെൻ ഹി റിയലൈസ്ഡ് ഹൗ ഹി ഹാഡ് വേസ്റ്റഡ് ദ ഡേ ആൻഡ് നൗ ഹി വാണ്ടഡ് ടു യൂട്ടിലൈസ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ഡേ. നൗ ലെറ്റ് us see the literary devices used in this poem. അതൊരു കുട്ടി പോയമായാലും അതിൽ ലിറ്റററി ഡിവൈസസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. റൈമിംഗ് സ്കീം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ബി സി ഡി. ദെൻ വൺ ലിറ്റററി സ്കീം ദാറ്റ് വി ക്യാൻ ടോക്ക് അബൌട്ട് ഇസ് അലിട്രേഷൻ. അലിട്രേഷൻ പറഞ്ഞാൽ എന്താ, ഒരേ സെൻറ്റൻസിൽ ദ വേർഡ്സ് ബിഗിൻ വിത്ത് ദ സെയിം ലെറ്റർ, ഒരേ സൗണ്ട് പിന്നും റിപ്പീറ്റ് ആവുക ഒരു സെൻറ്റൻസിൽ, ദാറ്റ് ഈസ് കോൾഡ് അലിട്രേഷൻ. ഇപ്പോൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദ occurrence ഓഫ് ദ സെയിം ലെറ്റർ ഓർ സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് അഡ്ജസൻറ്റ് ഓർ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കൂ, ഹാസ് ഗിവൻ മൈ ഹാർട്ട്. അപ്പോൾ എച്ചിൻ്റെ സൗണ്ട് ആ സെൻറ്റൻസിൽ 2 times വരുന്നുണ്ട്. സെക്കൻഡ്, ആൻഡ് സേവ്ഡ് സം പാർട്ട്, സേവ്ഡ് സം, എസിൻ്റെ സൗണ്ട് 2 times ക്ലോസ്ലി വരുന്ന വേർഡ്സിൽ വരുന്നുണ്ട്, ഒരേ സെൻറ്റൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് അലിട്രേഷൻ. Okay, then you have inversion, when the structure of a sentence is changed by the poet to create rhyme. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് മാറ്റി ജസ്റ്റ് ഫോർ മേക്കിംഗ് റൈം. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റാൻസറിൽ തന്നെ കാണുന്നുണ്ട് അത്. സോ യു ജസ്റ്റ് റീഡ് ഇറ്റ് വൺസ് അഗൈൻ, യു വിൽ ഗെറ്റ്. ദെൻ യു ഹാവ് എൻജാംപ്മെൻറ്റ്. എൻജാംപ്മെൻറ്റ് എന്താണ്, ഒരു സെൻറ്റൻസ് വന്ന് കണ്ടിന്യൂ ആയിക്കൊണ്ടേ പോവാ പാരഗ്രാഫ് ഫുള്ളും. It will not have any punctuation marks or any stop and a new sentence beginning in between. ആ ഫിഗർ ഓഫ് സ്പീച്ചിനെ പറയാം എൻജാംപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ when the same sentence continues to the next line without the use of any punctuation marks, it is called enjambment. അപ്പോൾ ഈ പോയമിൽ ത്രൂ ഔട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ദ ലിറ്റററി ഡിവൈസസ് യൂസ്ഡ് ഇൻ ദീസ് പോയംസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. So with this, we come to the end of this lesson. Hope you enjoyed. Okay, bye.